ജാതകത്തിൽ നോക്കിയാൽ എല്ലാം അറിയാൻ പറ്റും. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ജാതകത്തിൽ അറിയാൻ പറ്റും. അതേപോലെ അടുത്ത ജന്മം ഉണ്ടോ, അടുത്ത ജന്മത്തിൽ എന്താകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. യഥാർത്ഥ രാഹുകാലം അല്ല, പ്രേമിക്കാനുള്ള ആള്, സെക്സിലേക്ക് എത്താനുള്ള വഴി മാത്രമാണ് തേടുന്നത്. അവരത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ പല ക്ഷേത്രങ്ങളിലുള്ള സംഭവം തന്നെ, പ്രേമിക്കുന്നു, കിട്ടണം, അടുത്ത വീട്ടിലെ ചേച്ചീനെ കണ്ടിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്, ആ ചേച്ചിനെ ഒന്ന് വീഴ്ത്താൻ പറ്റുമോ? 14 രീതിയിൽ നമുക്ക് ഒരാളുടെ പ്രശ്നം കണ്ടുപിടിക്കും. 14 രീതി. ഇന്ന് അതിഥിയായിട്ടുള്ളത് സുഭാഷ് തന്ത്രിയാണ്. ഗുരുനാഥ നമസ്തേ. നമസ്കാരം. മറ്റൊരു കാര്യം, ഇന്നത്തെ പല ഗുരുക്കന്മാരും പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ പ്രശ്നങ്ങളാണ് ഈ ജന്മത്തിൽ, അതായത് കഴിഞ്ഞ ജന്മത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറയും. കഴിഞ്ഞ ജന്മത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ ഒരാളുടെ ജാതകം നോക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ജാതകത്തിൽ അറിയാൻ പറ്റും. അതേപോലെ അടുത്ത ജന്മം ഉണ്ടോ, അടുത്ത ജന്മത്തിൽ എന്താകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതും ജാതകത്തിൽ നോക്കിയാൽ എല്ലാം അറിയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ നോക്കാൻ വരുന്നു, ഈ വക എല്ലാ കാര്യം ചോദിക്കാനാണോ വരണമെങ്കിൽ അയാൾ ഒരു ദിവസം നമ്മുടെ മുമ്പിലിരിക്കും. ഇതെല്ലാം അറിഞ്ഞിട്ട് അയാൾക്ക് വല്ല നേട്ടമുണ്ടോ? ഇല്ല, ഒരു നേട്ടമില്ല. നമുക്ക് നിലവിൽ എന്താ ആവശ്യം? നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ, അതിനെ തരണം ചെയ്യാനുള്ള വഴി എന്താണ്? ഇപ്പം നിങ്ങളുടെ ജാതകത്തിൽ നല്ലപോലെ പഠിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് പഠിത്തം സ്റ്റോപ്പായി, കുട്ടി കിടന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഉറക്കമില്ലാണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ എല്ലാം തല്ലി പൊളിച്ച് കളയുന്നു, അല്ലെങ്കിൽ കുളിക്കുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ സമയം കുളിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോകും, അല്ലേ? അവിടെ ചെല്ലുമ്പോൾ അവർ കുറച്ച് ഗുളിക കൊടുക്കുന്നു, കുട്ടി വീണ്ടും ഡൗൺ ആകുന്നു. അപ്പോൾ അത് തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ കുട്ടിക്ക് ബാധാദോഷങ്ങൾ വന്നിട്ടുണ്ടാവും. അതായത് മാരക രോഗങ്ങൾ 18 വിധമുണ്ട്. അതിൽ 6 വിധമാണ് ചികിത്സിച്ച് മാറ്റാൻ പറ്റുള്ളൂ. 6 വിധം നമുക്ക് പൂജയിൽ മാറ്റാൻ പറ്റും. 6 വിധം ജീവിതകാലം മുഴുവൻ എങ്ങനെയാണോ ഒരു മനുഷ്യൻ ചികിത്സ തേടി ജീവിക്കുന്നത്, അതേപോലെ പൂജ ചെയ്ത് തന്നെ ജീവിക്കണം. ഇത് പ്രകൃതി തത്വമാണ്. നമ്മുടെ മഹർഷിമാരെ ആരും പറ്റിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് കാണുന്ന ഗുരുക്കന്മാരെ പോലെ അല്ല മഹർഷിമാർ. പണ്ടത്തെ മഹർഷിമാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുക. ഈ മഹർഷിമാർ ഇവരെല്ലാം പർണശാലകൾ കെട്ടിയാണ് ജീവിച്ചിരുന്നത്. പർണശാല എന്ന് പറഞ്ഞാൽ എന്താ? കൊട്ടാരമല്ല, ചെറിയ കുടിലുകളാണ്. വൈക്കോല് പുല്ലൊക്കെ മേഞ്ഞ ചെറിയ കുടിലുകൾ. അവർ ജനങ്ങൾക്കല്ല ഗൈഡൻസ് കൊടുക്കുന്നത്, അവർ ഭരണകർത്താക്കൾക്കാണ് ഗൈഡൻസ്, രാജാവിനാണ് കൊടുക്കുന്നത്. അവർ പറയുന്നത് കേട്ട് രാജാവ് ഭരിച്ചിരുന്ന കാലമാണ് പണ്ട്. പക്ഷെ പിന്നീട് മഹർഷി പരമ്പര അവസാനിക്കുകയും ബ്രാഹ്മണിക മതം കയറി പിടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ പൂർവ്വകാലത്ത് പണ്ഡിറ്റ്ജി എന്നാണ് നോർത്ത് ഇന്ത്യയിൽ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് പണ്ഡിറ്റ്ജി എന്ന് വിളിക്കാൻ കാരണം? പണ്ഡിറ്റ്ജി എന്ന് വിളിക്കാൻ കാരണം പണ്ഡിതൻ, ഈ പണ്ഡിതൻ അറിവ് കൊടുക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യം കൃഷി, കന്നുകാലി വളർത്തലായിരുന്നു. അപ്പോൾ പഴയ കാലത്തെന്ന് പറഞ്ഞാൽ പുലരുമ്പോൾ വരെ ജോലിക്ക് പോകുന്നു, സന്ധ്യ വരെ ജോലി എടുക്കണം. അത് കഴിഞ്ഞ് വേറെ വിനോദാപാധി ഒന്നുമില്ല. പിന്നെ ഉള്ള വിനോദാപാധിയാണ് വീട്ടിൽ ചെന്നിട്ടുള്ളത്. അവധിലാവുമ്പോൾ 10, 13, 15 മക്കളുണ്ടാവും. അപ്പോൾ പിന്നെ വീട്ടിൽ ചെന്ന് വിനോദം കാണിക്കണമെങ്കിൽ കുട്ടികൾ കിടന്ന് ഉറങ്ങണം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കഥ പറയുന്ന ആളുണ്ടാവും. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കഥ പറഞ്ഞു തരും, പുരാണ കഥകൾ. അന്നൊക്കെ വാമൊഴി കാലഘട്ടമാണ്. വരമൊഴി എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് പറയുന്നു, വരമൊഴി എന്ന് പറഞ്ഞാൽ എഴുത്ത്. അപ്പോൾ എഴുത്ത് വരുന്നതിന് മുമ്പ് പറഞ്ഞു തരണം, കഥകൾ പറഞ്ഞു തരുമ്പോൾ ഈ കഥകളിലൂടെയാണ് പുരാണ ഇതിഹാസങ്ങൾ കടന്നു വന്നത്. അപ്പോൾ കഥ കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നല്ല ത്രില്ലായി, നാളെ ജോലിക്കാനുള്ള നല്ല ഊർജ്ജമായി. അങ്ങനെ വരുമ്പോൾ എൻ്റെ കൃഷിയിടത്തിൽ എനിക്ക് വിളഞ്ഞു കിട്ടിയ കുമ്പളങ്ങ, മത്തങ്ങ, അല്ലെങ്കിൽ ഏത്തക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ പണ്ഡിറ്റ്ജിക്ക് ഞാൻ കൊണ്ട് കാഴ്ച വയ്ക്കും. അപ്പോൾ എല്ലാവരും വന്ന് കേൾക്കുമ്പോൾ ഈ ദ്രവ്യങ്ങൾ സ്വീകരിച്ച് ഇയാൾ ധനാഢ്യനാവും. അതോടൊപ്പം തന്നെ നമുക്ക് അറിവ് തരുന്ന ആളോട് ആദരവ് വരും. അങ്ങനെ ഇവർ ബ്രാഹ്മണരായിട്ട് മാറി. പിന്നെ ഈ ബ്രാഹ്മണൻ ഇവരെ അടിമകളാക്കും. അതായത് മുമ്പ് നമുക്ക് തരുന്ന ഗിഫ്റ്റ് സ്വീകരിക്കുന്നു, പിന്നീട് അത് അവകാശം പോലെ കൊണ്ടുവരണം എന്ന നിലവാരത്തിലേക്കൊക്കെ മാറി. അപ്പം അങ്ങനെ ഒരുപാട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒറ്റ എപ്പിസോഡിൽ ഒരിക്കലും തീർക്കാൻ പറ്റില്ല. അല്ല, അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എല്ലാം ഏറ്റവും കൂടുതലും പറയുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ കണ്ടെത്തിയോ, എന്ന് കണ്ടെത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതായത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ തേടുന്നത് എപ്പോഴും അവരുടെ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ പ്രേമിക്കാനുള്ള ആള്, സെക്സിലേക്ക് എത്താനുള്ള വഴി മാത്രമാണ് തേടുന്നത്. അവരത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലുള്ള സംഭവം തന്നെ, പ്രേമിക്കുന്നു, കിട്ടണം, അടുത്ത വീട്ടിലെ ചേച്ചീനെ കണ്ടിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്, ആ ചേച്ചിനെ ഒന്ന് വീഴ്ത്താൻ പറ്റുമോ? ഇപ്പോൾ നമുക്കൊക്കെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. നമുക്ക് പേരമംഗലത്ത് 27 ദേവതകളുണ്ട്. അപ്പോൾ 27 ദേവതകൾക്കും 27 കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ്. ഭഗവാന്റെ പത്തിയിലായിട്ട് മറ്റ് 26 ദേവതകൾ, 8 ഗണപതിമാർ,
8 അവതാരങ്ങളാണ്. 8 ഗണപതി 8 കാര്യങ്ങൾ ചെയ്യും. പിന്നെ ദുർഗ 3 ഭാവത്തിൽ, മഹാവിഷ്ണു തിരുപ്പതി വെങ്കടാചലപതി, ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പൻ, പിന്നെ ശനീശ്വരന് സമ്പൂർണ്ണ പൂജകളുള്ള കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രം, പിന്നെ ഭദ്രകാളി, ഉഗ്രഭദ്രകാളി, പാതിരക്കാളി എന്ന് വെച്ചാൽ ദാരികനെ വെട്ടി ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭാവം. പിന്നെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട്, അതിന് 18-ാം പടിയുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇരുമുടി കെട്ടി 18-ാം പടി കയറാം. പിന്നെ സദാ ആണ്ടി രൂപത്തിലിരിക്കുന്ന മുരുകനുണ്ട്, പിന്നെ സ്വയംഭുവായ ആഞ്ജനേയ സ്വാമിയുണ്ട്, പിന്നെ കേരളത്തിൽ പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന സമ്പൂർണ്ണ പൂജകളുള്ള ഏക മഹാദേവ ക്ഷേത്രമുണ്ട്. പിന്നെ മറ്റൊരു നാഗരാജാവ്, നാഗയക്ഷിയമ്മ, നാഗചാമുണ്ടിയമ്മ, കരുനാഗയക്ഷിയമ്മ, പിന്നെ യക്ഷിയമ്മ, ഗന്ധർവൻ, ബ്രഹ്മരക്ഷസ്, വീരഭദ്രൻ, ഗണ്ടാകരൻ, ഇങ്ങനെ 27 ദേവതകളുണ്ട്. ആ 27 ദേവതകൾക്കും ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ മന്ത്രിമാർ ഓരോ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പോലെ ഈ ദേവതകൾ ഓരോ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ഇന്ന യോഗമുണ്ട്, പക്ഷേ എത്ര ശ്രമിച്ചിട്ട് എത്താൻ പറ്റുന്നില്ല, കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല, കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടാവുന്നില്ല. അപ്പോൾ ഇതിനാണ് പ്രശ്നം നോക്കുന്നത്. പ്രശ്നം നോക്കിയിട്ട് ബാധാദോഷങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പിള്ളേരും കിടന്ന് ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഉറക്കമില്ലാതെ വരുന്നു, അല്ലെങ്കിൽ കുളിക്കാൻ കൂടുതൽ സമയം അല്ലെങ്കിൽ കുളിക്കുന്നില്ല, പിന്നെ 100 കിട്ടിയാൽ 110 ചിലവ് വരുന്നു, കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകുന്നു. ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതായത് നമ്മൾ ജോലി എടുത്തിടുന്ന വരുമാനത്തിൽ 30% മുകളിൽ നമ്മൾ തിരിച്ചടവ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കടക്കണിയിൽ പെട്ടു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ നോക്കിയാൽ അവർ 30 110% കടത്തിലാണ് പോകുന്നത്. അപ്പോൾ സമ്പാദിക്കാൻ പറ്റാതെ ലോൺ എടുത്ത് പോകുമ്പോൾ അതിനാണ് ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം. അപ്പോൾ ഒടി വരുമ്പോൾ കൈകാൽ വേദന, ശരീരം വേദന, കണ്ണ് ചൊറിയുക, കണ്ണ് ചൂടാവുക, 100 കിട്ടിയാൽ 110 ചിലവ് വരിക, ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിലൂടെ മാറ്റാൻ സാധിക്കും. അപ്പോൾ മുമ്പ് കാലത്ത്, ഈ കൊറോണയ്ക്ക് മുമ്പ് നമുക്ക് ഒറ്റ രാത്രി പകലുകൊണ്ട്, ഒരു രാത്രി ഒരു പകലുകൊണ്ട് തീരുമായിരുന്നു. പിന്നീട് അത് 2 രാത്രി 2 പകലായി. കൊറോണയ്ക്ക് ശേഷം 3 രാത്രി 3 പകലായി. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? നമ്മൾ 12 പാർട്ടിനെ വെച്ചാണ് പൂജ ചെയ്യുന്നത്. സംഭവിക്കുന്നത് പഴയ കാലത്ത് കൊറോണയ്ക്ക് മുമ്പ് എല്ലാവരും വരുന്നത് വളരെ വിശ്വാസത്തോടുകൂടി വരുന്നത്. ഇപ്പം ആരും വിശ്വാസത്തോടുകൂടി വരുന്നില്ല. അവർ വന്ന് നമ്മൾ തീർത്ത് തരാമെന്ന് പറഞ്ഞാലും അവർ ചോദിക്കും ശരിയാകുമോ. അതുപോലെ വന്നു കഴിയുമ്പോൾ പൂവൊക്കെ റെഡിയാക്കാൻ പറയും. അപ്പോൾ അവർ പറയും ഞങ്ങൾ പൂ നന്നാക്കണോ, കാരണം ഞങ്ങൾ പൈസ തന്നിട്ടുണ്ട്, പിന്നെ പൂ നന്നാക്കണോ, നാളികേരം വൃത്തിയാക്കാൻ കൊടുക്കും. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യണോ, ഇതിനൊക്കെ ആളെ നിർത്തിക്കൂടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൈസ വാങ്ങുന്നത് ആചാര്യൻ ഫീസ് വാങ്ങുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു വക്കീലിനെ കാണുന്നു, വക്കീൽ വെറുതെ കേസെടുക്കില്ലല്ലോ. അപ്പോൾ വക്കീൽ കേസെടുക്കണേ ആദ്യം ഫീസ് കൊടുക്കണം. അതേപോലെ നമുക്ക് ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ചിലവുകളും കാര്യം വരും. അപ്പോൾ ഫീസ് ആദ്യം വാങ്ങുന്ന ആചാര്യൻ്റെ ഫീസാണ്. അപ്പോൾ ചിലർ ദക്ഷിണ കണക്ക് പറഞ്ഞ് വാങ്ങാൻ പാടില്ല. ദക്ഷിണ കണക്ക് പറഞ്ഞ് വാങ്ങണ്ട. അത് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളൊരു രാവിലെ ഒരു വൈകിട്ട് വരെ ജോലി ചെയ്തു, ഒരു 100 എടുത്ത് തന്നു, ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. അതെന്താ? നമ്മുടെ 100 രൂപയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ വരുന്ന ആളും അതേപോലെ ചിന്തിക്കുന്നില്ല. അവരുടെ കണക്കിലൊരു ജോത്സ്യൻ എന്ന് പറയുമ്പോൾ 10 രൂപയോ 20 രൂപയോ, ഈ കൊച്ചി ഭാഗത്തൊക്കെ 10 രൂപ 20 രൂപ 30 രൂപ 50 രൂപ വരെ ഉള്ളൂ. അതേ സമയത്ത് 2000 3000 വാങ്ങുന്ന ജോത്സ്യന്മാരുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഫീസ് പറയുന്ന ജോത്സ്യന്മാരാണ്. നമ്മുടെ സ്റ്റാഫിനെ വിളിച്ചു കഴിഞ്ഞാൽ പറയും 1500 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു 25-30 ദിവസം വരെ വെയിറ്റ് ചെയ്യണം. 3500 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 3 ദിവസം 5 ദിവസത്തിനുള്ളിൽ കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടു എന്നുള്ളത് കൊണ്ട് പരിഹാരമല്ല, നിവൃത്തിയില്ല എന്ന് പറഞ്ഞ ഒരു ചരട് ജപിച്ചു തരും. അതിലൂടെ 27 ദിവസം രക്ഷപ്പെടാം. അതുപോലെ ഒരു ഗതിയില്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട്, കല്ലൂർ പേരമംഗലത്ത്, തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് 27 ദേവതകളുണ്ട്. ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രതിഷ്ഠം നടത്തി ആ സമയത്ത് പ്രാർത്ഥിക്കുക, എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം, എന്നെ രക്ഷപ്പെടുത്താനും ഭഗവാന്മാരോട് പ്രാർത്ഥിക്കും. ഒരു പൈസ നിലവാക്കണ്ട. താഴെ കൗണ്ടറിൽ നിന്ന് ഒരു ചരട് വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 27 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. എന്നിട്ട് പിന്നെ ഒരു ഏലസ് എൻ്റെ ഞാൻ റെഡിയാക്കി തരും, ഗണപതിയുടെ ഏലസാണ്. ആ ഏലസ് ധരിച്ച് അതിൻ്റെ നിഷ്ഠകൾ പാലിച്ച് പ്രണവമലയിൽ 11 നൃത്തങ്ങളുടെ മഹാഗണപതിയുണ്ട്. അപ്പോൾ ഗണപതിക്ക് 108 ഗണപതി ഹോമം 7 ദിവസം നാരകമാലയും ചാർത്തി അങ്ങനെ പോയ 1.5 വർഷം വരെ ഏലസിലൂടെ ജീവിക്കാം. അപ്പോൾ ജ്യോതിഷം പറ്റിക്കൽ എന്ന് പറയുന്നത് ഈ 100-ൽ 99% പറ്റിക്കലാണ്. കാരണം ഇത് ജെന്വിനായിട്ട് പോയി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന പറയുന്നത് നല്ല ഡോക്ടർ രോഗിയെ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് പറയും ചിട്ടകൾ. അതായത് ഇത്ര ദിവസം റെസ്റ്റ്, പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കണം, അല്ലെങ്കിൽ കുളിക്കരുത്, ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ രോഗി അതനുസരിക്കണം. അപ്പോൾ നമ്മളിവിടെ പൂജ കഴിയുമ്പോൾ പറയുന്നത് 27 മുതൽ 81 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കാര്യം ശരിയാക്കി തരാം. അത് തന്നെ വീടിൻ്റെ വാസ്തു വലിയ തെറ്റാണ്, ഞങ്ങൾ പൂജ കൊടുക്കാറില്ല. അപ്പോൾ പറ്റിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഇങ്ങനെ നിഷ്ഠ വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ വീടിൻ്റെ വാസ്തു ചെക്ക് ചെയ്യണം എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ എങ്ങനെയും പറ്റിക്കുകയാണെങ്കിൽ വരണ ചില വാങ്ങിച്ചെടുത്താൽ പോരെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറ്റില്ല. നമ്മൾ വീടിൻ്റെ വാസ്തു ഒക്കെ ചോദിക്കും. ഇനി വാടകയ്ക്ക് എടുക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, അയാൾക്ക് പൂജ കൊടുക്കും. കാരണം അയാൾക്ക് സ്വന്തം വീടല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ വേറെ വീട്ടിലേക്ക് മാറിപ്പോകാം. ഇത് തന്നെ ഒരു കോടീശ്വരനായിരുന്ന ഒരാൾ വരാണെങ്കിൽ, വലിയ വീടാണെങ്കിൽ അയാൾക്ക് നമ്മുടെ അടുത്ത് നേടാൻ പറ്റില്ല. കാരണം അയാൾക്ക് വേറെ വീട് വാടകയ്ക്ക് പോകാൻ പറ്റില്ല. എന്നാൽ വിറ്റ് കൊടുക്കാം. പൂജയിൽ ഒരു മണ്ണ് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് വേറെ പൈസ ഒന്നും വേണ്ട.
പക്ഷെ അങ്ങനെ പറയുമ്പോൾ അവരുടെ അന്തസ്സ് സമ്മതിക്കില്ല. അപ്പോൾ ജ്യോതിഷം എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ കണ്ടിട്ട് നിത്യജ്യോതിഷം ആപ്പിലൂടെ വന്നിട്ട് അത് കിട്ടി അതൊന്നും ഒരിക്കലും സാധിക്കില്ല. അതായത് ദശാകാലങ്ങളുണ്ട്, 27 നക്ഷത്രമുണ്ട്, 9 ദശയുണ്ട്, ഓരോ ദശയുടെ ഗുണദോഷങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും പൊട്ട ദശാകാലം രാഹുദശയാണ്. ഇത് തന്നെ പാരമ്പര്യ മണ്ടന്മാർ പറയും ഏറ്റവും നല്ല കാലം എന്ന് പറയും. അതേപോലെ തന്നെ ശുക്രദശ, നമ്മളെല്ലാവരും കേൾക്കും ശുക്രദശ എന്ന് പറയുമ്പോൾ അടിപൊളി കാലമാണ്. അപ്പോൾ ശുക്രദശ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദാമ്പത്യ സുഖം, സെക്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ, പൈസ ഉണ്ടാവില്ല, അരിഷ്ടതയുടെ കാലമാണ്. ഇപ്പോൾ വയസ്സാം കാലത്താണ് ശുക്രദശ കടന്നു വരുന്നതെങ്കിൽ നമ്മൾ എത്ര സന്തോഷത്തോടെ വളർത്തിയ മക്കളായാലും ഈ കാരണന്മാരെ പിടിച്ച് റോട്ടിൽ കൊണ്ടിടും. അരിക്ക് ഗതിയില്ലാത്ത കാലമാണ്. ഇത് തന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കല, കായികപരമായ കഴിവുകൾ കൂടുതൽ വളർന്നു വരുന്ന സമയമാണ്. അപ്പോൾ ഓരോ ദശാകാലത്തിൻ്റെ ഓരോ പ്രത്യേകതയുണ്ട്, അതിൻ്റെ അനുസരിച്ചുള്ള ദേവതകളുണ്ട്, അതിൻ്റെ വഴിപാടുകൾ ചെയ്തു വേണം കൃത്യമായിട്ട് നമുക്ക് ജീവിതം ചെയ്യാം. അതാണ് ജ്യോതിഷം. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ ജ്യോതിഷം തട്ടിപ്പല്ല. പക്ഷേ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് പലരും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം ഞാൻ തന്നെ ജ്യോതിഷം ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ജ്യോതിഷം പഠിക്കാം. അപ്പോൾ നമുക്കിവിടെ കൃത്യമായ ഫീസ് ഉണ്ട്. ഒരു മാസം 4 ക്ലാസ് ഉണ്ടാവും. ഒരു ക്ലാസ്സിന് 1000 രൂപ വെച്ച് ചാർജ് ചെയ്യും. അപ്പോൾ 12 ക്ലാസ്സിൻ്റെ 12,000 അടയ്ക്കാൻ പറയും. അപ്പോൾ ചിലർ എഴുതും അത് ഓരോ ക്ലാസ്സിന് തന്നാൽ പോരെ, അത് പറ്റില്ല എന്ന് പറയും. കാരണം ഈ 12 ക്ലാസ് പഠിച്ചെടുക്കണവനാണ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഈ 12 ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുറച്ച് കണക്ക് കയറി വരും. ഈ കണക്ക് കയറി വരുമ്പോൾ ചിലർ നിർത്തും. അതേ സമയത്ത് നിർത്താതിരിക്കാൻ എന്തായാലും 12,000 അടച്ചിട്ടുണ്ടല്ലോ, അപ്പം ചിലർ പറ്റില്ലെങ്കിലും ഒന്ന് പരിശ്രമിക്കും. ആ പരിശ്രമിച്ച് കഴിയുമ്പോൾ അവർ ഓക്കെ. പിന്നെ അവന് ക്യൂരിയോസിറ്റി 12 ക്ലാസ് കഴിഞ്ഞാൽ അവന് പിന്നെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരും. അതിൽ തന്നെ പഠിക്കാൻ വരുമ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറയും ഇത് ഒരിക്കലും മനുഷ്യർക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടുന്ന് ദീക്ഷ കൊടുക്കും. ദീക്ഷ കൊടുക്കുമ്പോൾ നമ്മുടെ ഭഗവാന്മാരുമില്ല ദീക്ഷ കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് കൊടുക്കുമ്പോൾ പറയും ഗുരുനാഥനും ഭഗവാനും എതിരായിട്ട് പ്രവർത്തിക്കില്ല എന്ന് സത്യം ചെയ്യിച്ചു വിടുന്നത്. അങ്ങനെ ഇവിടുന്ന് വിരുദ്ധമായി പോയവരുണ്ട്, അവരൊരിക്കലും രക്ഷപ്പെടില്ല. കാരണം ദീക്ഷ കൊടുത്ത് അവിടെ വെച്ച് അവസാനിച്ചല്ലോ. അപ്പോൾ അതൊക്കെ ചിന്തിക്കണ്ടേ. അപ്പോൾ ഗുരുക്കന്മാർ ഗുരുവിൻ്റെ ഉത്തരവാദിത്വം ചെയ്യണം, ശിഷ്യന്മാരും അതേപോലെ ഉത്തരവാദിത്വം ചെയ്യണം. ജനങ്ങളോ ശരി തെറ്റുകൾ തിരിച്ചറിയണം. അപ്പോൾ ഓരോ ദശാകാലം വരുമ്പോൾ ആ ദശാകാലം ഗുണമാണോ ദോഷമാണോ തിരിച്ചറിയണം. അതിൻ്റെ കൃത്യമായ വഴിപാട് ചെയ്യണം. ഇപ്പം മഴ പെയ്യുന്നു, ആ സമയത്ത് കുട ചൂടണ്ടേ? അപ്പോൾ നിങ്ങൾ പറയണേ എനിക്ക് മഴേൻ്റെ വിശ്വാസമില്ല എന്ന് പറഞ്ഞാലോ? വിശ്വാസമില്ലാത്ത ആൾ മഴയിൽ ഇറങ്ങി നിന്നാൽ നനയില്ലേ? നനയും ഇല്ലേ? അപ്പോൾ മഴ നനഞ്ഞാലോ പനി പിടിക്കും. അപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടോ മഴ വിട്ടോ? മഴ വിട്ടില്ല. അപ്പോൾ നമുക്കൊരു സമയത്ത് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഈ വ്യാഴമാറ്റം എന്ന് പറയുമ്പോൾ ഗുണമുള്ള ആളുകൾക്ക് 100 വണ്ടി ഓടിക്കാം. മോശം എന്ന് പറയുമ്പോൾ ആ സമയം തന്നെ ആ വ്യാഴം മാറുന്ന നിമിഷം അവിടെ മുതൽ ടെൻഷൻ കയറി വരും. ടെൻഷൻ കയറി വരുമ്പോൾ പിന്നെ എന്ത് ചെയ്താലും, അതായത് ടെൻഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വേവലാതിയിലാണെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഏകാഗ്രത ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ടെൻഷനെ ഒഴിവാക്കാൻ അർജുന 10 മന്ത്രമുണ്ട്. അപ്പോൾ അർജുന 10 മന്ത്രം ജപിക്കാൻ പറയുമ്പോൾ പറയും ഇത് പണ്ട് കാലത്ത് മുത്തശ്ശിമാർ കുഞ്ഞു പിള്ളേർക്ക് മറ്റേ ഇടിമിന്നലിനെ പേടിക്കാതിരിക്കാൻ വേണ്ടി കൊടുത്തതല്ലേ? അല്ല. അപ്പോൾ അർജുന 10 എന്ന് പറയുമ്പോൾ മന്ത്രം ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ഓം നമോ ഭഗവദേവോ. ഈ ഓം നമോ ഭഗവതേ ഓം എന്ന് പറയുന്നത് തന്നെ ആ ദേവതയെ വണങ്ങാൻ പോകുന്നു. ഞാനിപ്പോൾ നിങ്ങളെ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോൺ വിളിച്ച് പറയില്ലേ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന പോലെ ഈ ദേവതയോട് പറയാണ് ഓം നമോ ഭഗവദേവോ. ഏത് ദേവതയായാലും ഞാൻ ഭഗവാനെ അല്ലെങ്കിൽ ആ ദേവതയെ വിളിക്കാൻ പോകുകയാണ്, എന്നെ സഹായിക്കണമെന്ന് പറയാണ്. ആ സമയത്ത് അപ്പോൾ ആദ്യമേ ഓം നമോ ഭഗവദേവോം, പിന്നെ അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയനും വിസ്തൃതമായവർ, പിന്നെ കിരീടിയും ശ്വേതാശ്വനും ധനഞ്ജയൻ, ജിഷ്ണുവും ഭീതീകരം സവ്യ സാജി വിഹൽസ്യവും 10 നാമങ്ങളും ഭക്ത്യാ ഭജിക്കുകിൽ നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ. അപ്പോൾ ഈ മന്ത്രം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് 9 പ്രാവശ്യം ജപിച്ചാൽ നിത്യഭയം, അന്ന് ഭയം ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ പോലീസ് പിടിക്കാൻ വരും, പേടിച്ചു. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ 9 പ്രാവശ്യം ജപിച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് അന്ന് ഭയം ഉണ്ടാവില്ല. പക്ഷെ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചാൽ നമ്മളതിന് നേരിടും. അപ്പോൾ വ്യാഴമാറ്റം ദുരിതമാകുമ്പോൾ ടെൻഷൻ കയറി വരും. ഈ ടെൻഷൻ അതിജീവിക്കാനാണ് അർജുന 10 മന്ത്രം. ഒരു പൈസ മുടക്കണ്ട. അപ്പോൾ ഇവിടെ പറഞ്ഞ മന്ത്രത്തിനൊക്കെ ഫലം വരാല്ലേ? അപ്പോൾ ഏതൊരാൾക്കും പരീക്ഷിച്ച് നോക്കാം. അതിന് കൃത്യമായ വഴി പിന്തുടരണം. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ചത് മണ്ടത്തരമാണെങ്കിലോ മണ്ടത്തരം ഒഴിവാക്കണ്ടേ? അതിന് പകരം പഠിച്ച മണ്ടത്തരം ഇതേ ശരിയെന്ന് പറഞ്ഞ് നടന്ന് ശരിയാവുമോ? ശരിയാവില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ആപ്പുകളെല്ലാം കാണുന്നുണ്ടാകും. പലരും പറയുന്നുണ്ട് അങ്ങനെ ശരിയാക്കി തരാം, ഇങ്ങനെ ശരിയാക്കി തരാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ KV സുഭാഷ് തന്ത്രി പ്രണവ് ആസ്ട്രോളജി ചാനൽ, അതിൽ വ്യാഴമാറ്റം വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ നമുക്കും തുടർ എപ്പിസോഡുകളിൽ വ്യാഴമാറ്റമൊക്കെ ഇടാം. അപ്പോൾ എന്നാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. മറ്റുള്ളവരും പറഞ്ഞിട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നു എന്ന് നോക്കിയാൽ പോരെ. അതെ. ഈ പറയുന്ന കാര്യം പരീക്ഷിക്കാൻ, ഇപ്പോൾ ജ്യോതിഷം ശരിയാണോ പറ്റിക്കലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വ്യാഴം മാറുന്നത് മാത്രം നോക്കിയാൽ മതി. ആ സമയത്ത് ഈ മോശം എന്ന് പറയുന്നവർക്ക് അപ്പോഴേ മോശം വന്നിട്ടുണ്ടാവും. ഇപ്പോൾ മറ്റൊരു നല്ല എന്ന് പറഞ്ഞാലും മോശമേ വരുള്ളൂ. ഇപ്പോൾ മഴക്കാലം വരുന്നു, നമ്മൾ 100 പോയിക്കൊണ്ടിരുന്ന വണ്ടി 100 പോകാൻ പറ്റുമോ? വേനൽ പോകുന്ന പോലെ പോവില്ല. അപ്പോൾ വ്യാഴമാറ്റ ദുരിതം എന്ന് പറഞ്ഞാൽ മഴക്കാലം വരാണ്, നല്ല സമയം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം വരാണ്. അപ്പോൾ വേനൽക്കാലമാണെങ്കിൽ നമുക്ക് നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കാം. മഴക്കാലം വരുമ്പോഴോ വണ്ടി പതുക്കെ ഓടിക്കണം, വൈപ്പർ ഇടണം. അതിനാണ് വഴിപാടുകൾ ചെയ്യിക്കുന്നത്. അപ്പോൾ പറയണേ ഞാൻ വൈപ്പർ ഇടില്ല എന്ന് പറഞ്ഞാലോ, അത്രയും കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കണം വേണ്ടേ? ചിലപ്പോൾ ചെന്ന് ഇടിക്കുകയും ചെയ്യും. അപ്പോൾ കൃത്യമായ ജ്യോതിഷ വഴി പരിഹാരം തേടിയ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാം. അതിന് ഞങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ പറയുന്ന 4 കാര്യം: ധർമ്മദേവത പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു, പിന്നെ ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റാം. ഈ 4 കാര്യം ചെയ്താൽ മുമ്പ് പറഞ്ഞ 100 കിട്ടിയ 110 ചിലവാകുന്ന അവസ്ഥ മാറ്റാം. പിന്നെ അതേപോലെ കുട്ടികൾ മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാറ്റാം, ജോലി കിട്ടുന്നുണ്ടെങ്കിൽ മാറ്റാം, കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകണത് മാറ്റാം, രോഗദുരിതങ്ങൾ ഇപ്പോൾ പിന്തുടർന്ന് വരുന്ന മാരക രോഗങ്ങളുണ്ട്, ഈ ക്യാൻസർ, കിഡ്നി കംപ്ലൈൻറ്റ്, അത് ഒരാൾക്ക് വന്ന് അടുത്ത ആൾക്ക് വന്ന് അങ്ങനെ വരുന്നതെല്ലാം നമുക്ക് മാറ്റാം. അതാണ് ബാധാദോഷ ലക്ഷണങ്ങൾ. യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴി തേടിയെത്തണം. എന്താണെങ്കിലും നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ടിരിക്കാം. നമസ്കാരം.